ബിഗിനർ ഇൻവെസ്റ്റർ സീരീസിലെ എപ്പിസോഡ് 2ലേക്ക് സ്വാഗതം. ഇപ്പോൾ എപ്പിസോഡ് 1 നിങ്ങൾ കണ്ടില്ല, തീർച്ചയായും കാണാം. കാരണം അതിലാണ് എന്താണ് മ്യൂച്വൽ ഫണ്ട്സിൽ എന്തിനും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണം, ആ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് ഉപകാരം എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്. തീർച്ചയായും നിങ്ങൾ ആ വീഡിയോ ചെക്കൗട്ട് ചെയ്യാൻ മുകളിൽ കാണാൻ പറ്റും. ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഈ മ്യൂച്വൽ ഫണ്ട്സ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ കുറേ ടൈപ്പ് ഓഫ് മ്യൂച്വൽ ഫണ്ട്സ് കേട്ടിട്ടുണ്ടാവും. ലാർജ് ക്യാപ്പ്, മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ്, ഫ്ലെക്സി ക്യാപ്പ്, മൾട്ടി ക്യാപ്പ്, അങ്ങനെ കുറേ വാക്കുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പക്ഷേ എന്താണ് ശരിക്കും ഈ ലാർജും മിഡും സ്മോളും എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം? ആസ് എൻ ഇൻവെസ്റ്റർ നിങ്ങൾ എന്തൊക്കെയാണ് അറിഞ്ഞിരിക്കേണ്ടത്? ഈ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഇനി മ്യൂച്വൽ ഫണ്ട്സ് എന്താണെന്ന് നിങ്ങൾക്ക് ഇതുവരെ അറിയില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ കാണാം. അതിൻ്റെ മ്യൂച്വൽ ഫണ്ട്സ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതിൻ്റെ ബേസിക്സ് ഒക്കെ പറയുന്നുണ്ട്. അത് കണ്ടിട്ട് നിങ്ങൾ തിരിച്ചും കൊണ്ടുവരാം. അപ്പോൾ നമുക്ക് മ്യൂച്വൽ ഫണ്ട്സിനെ ബേസിക്കായിട്ട് 3 ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് ലാർജ് ക്യാപ്പ് ഫണ്ട്സ്, പിന്നെ മിഡ് ക്യാപ്പ് ആൻഡ് ലാസ്റ്റ്ലി സ്മോൾ ക്യാപ്പ് ഫണ്ട്സ്. ലാർജ് ക്യാപ്സ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലെ ഏറ്റവും ലാർജസ്റ്റ് ആയ 100 കമ്പനീസിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ട്സ് ആയിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ HDFC ബാങ്ക്, നെസ്ലെ, ഇങ്ങനെ വലിയ കമ്പനീസിൽ മാത്രമേ ഇങ്ങനത്തെ മ്യൂച്വൽ ഫണ്ട്സ് ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ. മിഡ് ക്യാപ്പ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലെ ആദ്യത്തെ 100 കമ്പനീസില്ലേ, ലാർജസ്റ്റ് 100 കമ്പനി, അത് കഴിഞ്ഞിട്ടുള്ള 150 കമ്പനി, അതായത് 101 മുതൽ 250 കമ്പനീസിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ട്സാണ് മിഡ് ക്യാപ്പ് ഫണ്ട്സ്. ഇപ്പോൾ കമ്പനീസിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കോൾഗേറ്റ്, ഫെഡറൽ ബാങ്ക്, വോൾട്ടാസ്, ഇതൊക്കെ മിഡ് ക്യാപ്പ് സെഗ്മെൻറ്റിൽ വരുന്നതാണ്. കുറച്ചും കൂടി ചെറുതായിരിക്കും ലാർജ് ക്യാപ്പിനെക്കാളും. ഇനി ലാസ്റ്റ്ലി സ്മോൾ ക്യാപ്പ്. സ്മോൾ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് 250 ശേഷം 250 ആൻഡ് ബിലോ ഈ കമ്പനീസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ട്സാണ് സ്മോൾ ക്യാപ്പ് ഫണ്ട്സ് എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ കമ്പനീസിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പാസ്റ്റർ DM, അതുപോലെ തന്നെ നമ്മുടെ ക്രോംപ്ടൺ ഗ്രീവ്സ് ഫാനൊക്കെ ഉണ്ടാക്കുന്ന, പിന്നെ AC ഉണ്ടാക്കുന്ന ബ്ലൂ സ്റ്റാർ, ഇവർക്ക് ഈ സ്മോൾ ക്യാപ്പ് കമ്പനീസ് എന്ന് പറയാം. കുറച്ചും കൂടി ചെറിയ കമ്പനീസ് ആയിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ. ലാർജ്, മിഡ്, സ്മോൾ എന്ന് പറഞ്ഞാൽ ലാർജ് ഏറ്റവും വലിയ കമ്പനീസ്, മിഡ് കുറച്ചും കൂടി ചെറിയ കമ്പനീസ്, സ്മോൾ കുറച്ചും കൂടി ചെറിയ കമ്പനീസ്. ഇതാണ് ബേസിക് ക്ലാസിഫിക്കേഷൻ. ഇനി ഇതിൽ ഏത് മ്യൂച്വൽ ഫണ്ടിലാണ് ആസ് എൻ ഇൻവെസ്റ്റർ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ഇതിൻ്റെയൊക്കെ റിട്ടേൺസ് നോക്കണം. എത്ര പൈസയാണ് ഈ മ്യൂച്വൽ ഫണ്ട്സൊക്കെ നമുക്ക് തരുന്നത്, അല്ല തന്നുകൊണ്ടിരുന്നത് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കണം. റിട്ടേൺസ് മാത്രമല്ല, നമ്മൾ റിസ്ക്കും കൂടി നോക്കണം. ഓക്കെ, എന്താണ് ഈ ഒരു മ്യൂച്വൽ ഫണ്ട്സിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ റിസ്ക്? അപ്പോൾ ആ ഒരു കാര്യം നമുക്ക് ഡേറ്റ വെച്ചിട്ട് പ്രോപ്പറായിട്ട് നോക്കാം. ഫസ്റ്റ് നമുക്ക് ലാർജ് ക്യാപ്പ് ഫണ്ട്സിനെ നോക്കാം. ഇപ്പോൾ ഈ ടേബിൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, ലാസ്റ്റ് 5 ഇയേഴ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ആവറേജ് ലാർജ് ക്യാപ്പ് ഫണ്ട് തന്ന റിട്ടേൺ 15.7% ആണ്. ഇനി ആവറേജ് എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നതേ ഉള്ളൂ, ഇന്ത്യയിൽ കുറേ ലാർജ് ക്യാപ്പ് മ്യൂച്വൽ ഫണ്ട്സ് ഉണ്ട്. അതിനെല്ലാം കൂടെ ആവറേജ് ആണ് എടുത്തത്. ചില ഫണ്ട്സ് ഇതിൻ്റെ മുകളിൽ തന്നിട്ടുണ്ട്, ചില ഫണ്ട്സിൻ്റെ താഴ്ന്നുണ്ട്. പക്ഷേ ഓവർ ആവറേജ് നമ്മൾ നോക്കുകയാണെങ്കിൽ 15.7% ആണ് തന്നിരിക്കുന്നത്. ഇനി 15.7% ഉള്ള ആ നമ്പർ നിങ്ങൾ മനസ്സിലാക്കണം, അത് 5 വർഷത്തിൽ ആകെ 15.7% അല്ല തന്നത്. എഫക്റ്റീവ്ലി നമ്മൾ നോക്കുകയാണെങ്കിൽ ഓരോ വർഷവും 15.7% കോമ്പൗണ്ട് ചെയ്ത പോലെ ഉണ്ടാവും. അപ്പോൾ ഇത് CAGR ഗ്രോത്ത് റേറ്റ് എന്ന് പറയും. അപ്പോൾ ഇതേ കാര്യം നമ്മൾ 10 ഇയേഴ്സിൽ നോക്കുകയാണെങ്കിൽ അത്രയൊന്നുമില്ല, 11.4% ഉള്ളൂ. അപ്പോൾ 10 ഇയേഴ്സിൽ നിങ്ങൾ ലാർജ് ക്യാപ്പ് ഒരു ആവറേജ് ഫണ്ടിലാണ് ഇൻവെസ്റ്റ് ചെയ്തെങ്കിൽ നിങ്ങൾക്ക് 11.4% ഒക്കെ ആയിരിക്കും കഴിഞ്ഞ 10 വർഷം നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാവുക. ഒറ്റ നോട്ടത്തിൽ ആലോചിക്കുമ്പോൾ കുറച്ച് ചെറുതുപോലെ തോന്നും. പക്ഷേ നിങ്ങൾ ആലോചിക്കുക, ഇന്ത്യയിൽ FDയിൽ നിങ്ങൾക്ക് കിട്ടുന്ന റിട്ടേൺ 6 to maximum ഒരു 8% ഒക്കെ ഉള്ളൂ. അതിന് മുകളിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ വലിയൊരു നല്ല റിട്ടേൺ ആണ് ഈ ഒരു ലാർജ് ക്യാപ്പ് മ്യൂച്വൽ ഫണ്ട് നമുക്ക് തരുന്നത്. ഇതേ കാര്യം നമ്മൾ മിഡ് ക്യാപ്പിൽ എടുക്കുകയാണെങ്കിൽ ഒറ്റ മോഡലിൽ നോക്കുമ്പോൾ മനസ്സിലാവും അത് കുറച്ചുകൂടി കൂടുതലാണ്. കാരണം 5 ഇയേഴ്സിൽ ഒരു ആവറേജ് മിഡ് ക്യാപ്പ് തന്ന റിട്ടേൺസ് 22.5% ആണ്. വീണ്ടും ഓരോ വർഷം 22.5% കൂടുന്ന രീതിയിലുള്ള എഫക്റ്റ് ആയിരിക്കും തന്നിട്ടുണ്ടാവുക. 10 ഇയേഴ്സിലാണെങ്കിൽ കുറച്ചുകൂടി കുറവാണ്, 15.7% ആണ്. നമ്മൾ സ്മോൾ ക്യാപ്പിലേക്ക് വരികയാണെങ്കിൽ കുറച്ചും കൂടി റിട്ടേൺസ് ഉണ്ട്. 25.7% 5 ഇയേഴ്സിലും 16.7% ഓൺ ആൻ ആവറേജ് 10 ഇയേഴ്സിലുമാണ്. അപ്പോൾ ഒരു കാര്യം ഭയങ്കര ഒബ്വിയസ് ആണ്, റിട്ടേൺസിൻ്റെ കാര്യത്തിൽ ഏറ്റവും ബെസ്റ്റ് എന്താണ്? സ്മോൾ ക്യാപ്പ് ഫണ്ട്സ് ആണ്, പിന്നെ മിഡ് ക്യാപ്പ്, പിന്നെ ലാർജ് ക്യാപ്പ്. ഈ ഒരു കാര്യം വളരെ ക്ലിയർ ആണ്. ഇനി ഈ റിട്ടേൺസ് മാത്രം നോക്കി നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം റിട്ടേൺസ് മാത്രം നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഭയങ്കര അട്രാക്റ്റഡ് ആയിരിക്കും സ്മോൾ ക്യാപ്പ് അല്ലെങ്കിൽ മിഡ് ക്യാപ്പിൻ്റെ അടുത്തേക്ക്. കാരണം നിങ്ങൾക്ക് തോന്നും അതിൽ ഇൻവെസ്റ്റ് ചെയ്താൽ പോരെ, ഇതിലിപ്പോൾ എന്താ അത്ര ആലോചിക്കാനുള്ളത്. അപ്പോൾ അവിടെയാണ് റിസ്കിൻ്റെ എലമെൻറ്റ് വരുന്നത്. എന്താണ് ഈ റിസ്ക് എന്ന് പറഞ്ഞാൽ? ഇപ്പോൾ റിസ്കിനെ പല രീതിയിൽ നമുക്ക് ഡിഫൈൻ ഒക്കെ ചെയ്യാം, മാത്തമാറ്റിക്കലൊക്കെ. പക്ഷേ നമ്മളതൊന്നും നോക്കാൻ പോകുന്നില്ല. ആസ് എ ബിഗിനർ ഇൻവെസ്റ്റർ നിങ്ങൾ അറിയേണ്ട എന്താണ് റിസ്ക് എന്ന് പറഞ്ഞാൽ? വോളറ്റിലിറ്റിയാണ്. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഈ ഒരു ഗ്രാഫ് നോക്കുക, താഴ്ന്ന് മുകളിലേക്ക് പോവുകയാണ്. ഇതൊരു മ്യൂച്വൽ ഫണ്ടോ അല്ലെങ്കിൽ ഒരു സ്റ്റോക്കോ ആണെന്ന് വിചാരിക്കാം. ഇത് മുകളിലേക്ക് പോകുന്നുണ്ട്, പക്ഷേ മുകളിലേക്ക് പോകുന്ന പാത, മഞ്ഞ കളർ പാത നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അത് കുറച്ച് മുകളിലേക്ക് പോകുന്നുണ്ട്, പിന്നെ മുകളിലേക്ക് വീണ്ടും പോകുന്നുണ്ട്, പിന്നെ വലിയൊരു ഡിപ്പ് വരുന്നുണ്ട്, പിന്നെ വീണ്ടും മുകളിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ ഭയങ്കര വോളറ്റൈൽ ആയിട്ടുള്ളൊരു പാതയിലൂടെയാണ് പോകുന്നത്. ഇങ്ങനത്തെ ഒരു മ്യൂച്വൽ ഫണ്ട് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സ്റ്റോക്കിനെ നമ്മൾ പറയും ഹൈ വോളറ്റൈൽ അല്ലെങ്കിൽ ഹൈ റിസ്ക് സ്റ്റോക്ക് എന്ന് പറയും. കാരണം മുകളിലേക്ക് പോകും, താഴേക്ക് പോകും, മുകളിലേക്ക് പോകും, താഴേക്ക് പോകും, ഭയങ്കര അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള മൂവ്മെൻറ്റ്സ് ആണ് കാണിക്കുന്നത്. എന്നാൽ ഈ ഒരു ഗ്രാഫ് നോക്ക്, അതായത് താഴ്ന്ന് മുകളിലേക്കുള്ള സ്റ്റാർട്ടിംഗ് പോയിൻറ്റും എൻഡിങ് പോയിൻറ്റും സെയിം ആണ്,
പക്ഷേ അതിൻ്റെ ജേണി ഭയങ്കര ഡിഫറെൻ്റ് ആണ്. അതായത് കാര്യമായിട്ടുള്ള ഒരു വോളറ്റിലിറ്റി ഇത് കാണിക്കുന്നില്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരു മ്യൂച്വൽ ഫണ്ടിലെ സ്റ്റോക്കിനെ നമ്മൾ വിളിക്കുക ലോ വോളറ്റിലിറ്റി അഥവാ ലോ റിസ്ക് സ്റ്റോക്ക് അഥവാ മ്യൂച്വൽ ഫണ്ട് എന്നാണ്. ഇനി ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കുകയാണ്, ഈ രണ്ട് മ്യൂച്വൽ ഫണ്ട്സും ഒരേ റിട്ടേൺ ആണല്ലോ തരുന്നത്, സ്റ്റാർട്ടിംഗ് പോയിൻറ്റ് എൻഡിങ് പോയിൻറ്റ് സെയിം ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇതിലാണോ ഇൻവെസ്റ്റ് ചെയ്യുക, ഇതിനെ എന്ന് വിളിക്കാം, ഇതിലാണ് ഇൻവെസ്റ്റ് ചെയ്യുക, ഇതിനെ ബി എന്ന് വിളിക്കാം. ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങളെല്ലാവരും മിക്കവാറും പറഞ്ഞിട്ടുണ്ടാവുക നിങ്ങൾ ലോ വോളറ്റിലിറ്റി ആയിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുക. കാരണം എന്താണ്, റിട്ടേൺസ് സെയിം ആണെങ്കിൽ ഏറ്റവും വോളറ്റിലിറ്റി കുറഞ്ഞ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യായിരിക്കും ഏറ്റവും ബുദ്ധി. അപ്പോൾ ഈ ഒരു കാര്യം കൂടെ നമുക്ക് നോക്കണം. ഈ ലാർജും മിഡും സ്മോളിനും ഈ വോളറ്റിലിറ്റി എന്ന് പറഞ്ഞ സാധനം അഥവാ റിസ്ക് എന്ന് പറഞ്ഞ സാധനം സെയിം ആണോ. അപ്പോൾ അതിന് നമുക്ക് ഡേറ്റ ഉണ്ട്. അപ്പോൾ ആ ഡേറ്റയാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. ഓരോ കാറ്റഗറിയിലും സ്റ്റാൻഡേർഡ് ഡീവിയേഷനാണ് നമ്മൾ വോളറ്റിലിറ്റിയുടെ മെഷറായിട്ട് ഉപയോഗിക്കാം. അത് നോക്കിയാൽ മനസ്സിലാവും ലാർജ് ക്യാപ്പിന് കുറവാണ്, മിഡ് ക്യാപ്പിന് കുറച്ചുകൂടി കൂടുതലാണ്, സ്മോൾ ക്യാപ്പിന് കുറച്ചും കൂടി കൂടുതലാണ്. അതായത് ബേസിക്കലി ലാർജ് ക്യാപ്പ് റിട്ടേൺ കുറവാണെങ്കിലും റിസ്ക്കും കുറച്ച് കുറവാണ്. അത്രത്തോളം വോളറ്റൈൽ അല്ല. നമ്മൾ നേരത്തെ ഈ കാണിച്ച ഗ്രാഫ് പോലെ ആയിരിക്കും ഏതാണ്ട് ഉണ്ടാവുക. ഓക്കെ, മിഡ് ക്യാപ്പ് റിട്ടേൺസ് കുറച്ചുകൂടി കൂടുതലാണ്, പക്ഷേ അതേസമയം അതിൻ്റെ വോളറ്റിലിറ്റിയും കുറച്ചുകൂടി കൂടുതലാണ്. അതിൻ്റെ ജേണി കുറച്ച് ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. ലാർജ് ക്യാപ്പ് ഇങ്ങനെ ആണെങ്കിൽ ഇത് കുറച്ചുകൂടി ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. ലാസ്റ്റ് ഈ സ്മോൾ ക്യാപ്പിൻ്റെ പറയുകയാണെങ്കിൽ അതിൻ്റെ വോളറ്റിലിറ്റി വീണ്ടും കൂടുതലാണ്. അപ്പോൾ അതിൻ്റെ ജേണി കുറച്ചും കൂടി എന്താണ് വോളറ്റൈൽ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഓവറോൾ ആസ് എ ഇൻവെസ്റ്റർ പ്രാക്ടിക്കലി നിങ്ങൾ മനസ്സിലാക്കേണ്ട അത്രയേ ഉള്ളൂ. ലാർജ് ക്യാപ്പ് റിട്ടേൺസ് കുറവാണെങ്കിലും റിസ്ക് കുറവാണ്, മിഡ് ക്യാപ്പ് റിട്ടേൺസ് കുറച്ചുകൂടി കൂടുതലാണെങ്കിലും റിസ്ക് കുറച്ചും കൂടി കൂടും, ആൻഡ് സ്മോൾ ക്യാപ്പ് റിട്ടേൺസ് കുറച്ചും കൂടി കൂടുതലാണെങ്കിലും റിസ്ക് അതിനനുസരിച്ച് കൂടും. ഇനി നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും, ഈ വോളറ്റിലിറ്റിയും റിസ്ക് കൊണ്ട് ഇപ്പോൾ എന്താ അത്ര വലിയ കുഴപ്പം, സാധനം മുകളിലേക്ക് പോയാൽ പോരെ, റിട്ടേൺസ് എല്ലാം തരികയാണെങ്കിൽ വോളറ്റിലിറ്റിയൊക്കെ നമുക്ക് വലിയ വിഷയമുള്ള കാര്യമാണോ? ആക്ച്വലി വിഷയമുള്ള കാര്യമാണ്. അതിൻ്റെ രണ്ട് റീസൺസ് ഉണ്ട്. ഫസ്റ്റ് റീസൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ വോളറ്റിലിറ്റി നിങ്ങൾ സഹിച്ച് വേണ്ടി വരും വലിയ റിട്ടേൺ ഉണ്ടാക്കാൻ. അപ്പോൾ സ്മോൾ ക്യാപ്പൊക്കെ ഭയങ്കര നല്ല റിട്ടേൺസ് തരും അല്ലേ, 20-25% റിട്ടേൺസ് ഒക്കെ ചിലപ്പോൾ തരും. പക്ഷേ ആ ജേണി അത്ര സ്മൂത്ത് ആയിരിക്കില്ല. ഒരു ദിവസം നിങ്ങൾ നോക്കുമ്പോൾ ഭയങ്കര ഹൈ റിട്ടേണിലായിരിക്കും കിടപ്പുണ്ടാവുക, അടുത്ത ദിവസം നോക്കുമ്പോൾ നെഗറ്റീവ് റിട്ടേൺസിലായിരിക്കും, വീണ്ടും അടുത്ത മാസം നോക്കുമ്പോൾ നല്ല റിട്ടേൺ ഉണ്ടാവും, അതിൻ്റെ അടുത്ത മാസം നോക്കുമ്പോൾ ഭയങ്കര നെഗറ്റീവ് റിട്ടേണിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ആ വോളറ്റിലിറ്റി സഹിച്ച് വേണ്ടി വരും നിങ്ങൾ ഈ നല്ല റിട്ടേൺസ് ഉണ്ടാക്കുക. അപ്പോൾ അതൊരു ചെറിയ പ്രശ്നമാണ്. രണ്ടാമത്തെ പ്രശ്നമാണ് ടൈമിംഗ് റിസ്ക്. അപ്പോൾ എന്താണ് ഈ ടൈമിംഗ് റിസ്ക് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് ആക്ച്വൽ ഒരു സ്മോൾ ക്യാപ് ഫണ്ടിൻ്റെ കാര്യം നോക്കാം. ഇപ്പോൾ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് സ്ക്വാൺ സ്മോൾ ക്യാപ് ഫണ്ടാണ്. ഇതൊരു ഫണ്ട് റെക്കമെൻഡേഷൻ ഒന്നുമല്ല, ജസ്റ്റ് എക്സാമ്പിളിന് വേണ്ടി കാണിക്കുന്നതാണ്. അപ്പോൾ കഴിഞ്ഞ 5 വർഷത്തിൽ 40% റിട്ടേൺസ് ആണ് CAGR ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു വർഷം 40% വലിയ റിട്ടേൺ ആണ്. പക്ഷേ ഈ 40% റിട്ടേൺ ഉണ്ടാക്കിയത് എങ്ങനെയാണ് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ നോക്കുകയാണെങ്കിൽ 2014 നിങ്ങൾ ഈ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തെങ്കിൽ നിങ്ങൾ 40% ആ വർഷം ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല. ആ വർഷം 11.8% ഉണ്ടാക്കിയിട്ടുണ്ടാവുള്ളൂ. 2015 8% ഉണ്ടാക്കിയിട്ടുണ്ടാവുള്ളൂ. 2016 നിങ്ങൾ ആ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ 10% ഉണ്ടാക്കിയിട്ടുണ്ടാവുള്ളൂ. 2017 5% ഉള്ളൂ. 2018 3% ഉള്ളൂ. 2019 നിങ്ങൾ ആ ഫണ്ടിൽ നെഗറ്റീവ് റിട്ടേൺസ് ആയിരിക്കും, -23% റിട്ടേൺ ആയിരിക്കും ആ ഫണ്ടിൽ ഉണ്ടാക്കിയിട്ടുണ്ടാവുക. പിന്നീട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ 2020 76%, 2021 91%. അതായത് ഓൾമോസ്റ്റ് ആ ഫണ്ട് ഡബിളായി, നിങ്ങളുടെ പൈസക്ക് ഡബിളായിട്ടുണ്ടാവും വർഷം. 2022 വീണ്ടും കാര്യമായിട്ട് റിട്ടേൺസ് ഒന്നുമില്ല. 2023 24 നല്ല റിട്ടേൺസ്. അപ്പോൾ ഈ ഒരു വോളറ്റൈൽ ആയിട്ടുള്ള ജേണി ആയിരിക്കും ഉണ്ടാവുക. ഇത് ടൈമിംഗ് റിസ്കിൻ്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, ഇത് നേരത്തെ ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഈ മൊത്തം ജേണി കുറച്ച് സഹിച്ച് വേണ്ടി വരും മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇറ്റ് ഇസ് നോട്ട് ലൈക്ക് ഒരു മ്യൂച്വൽ ഫണ്ട് സ്മോൾ ക്യാപ് ഫണ്ട് 25% കഴിഞ്ഞ വർഷം 5 വർഷത്തിൽ തന്നു എന്ന് പറഞ്ഞാൽ ഓരോ വർഷം 25 അങ്ങനെ ഒരിക്കലും ഉണ്ടാവില്ല. ചില വർഷങ്ങളിൽ 5%, 10%, ചില വർഷം ചിലപ്പോൾ നെഗറ്റീവ് റിട്ടേൺസ് ആയിരിക്കും തരിക. ഇപ്പോൾ കോവിഡ് ക്രാഷ് വന്നപ്പോഴാണ് നെഗറ്റീവ് വന്നത്, പക്ഷേ അതല്ലാണ്ടും വരാം. ഓക്കെ, അങ്ങനെ നെഗറ്റീവ് റിട്ടേൺസ് വരാം. ചില വർഷങ്ങളിൽ 100% അല്ലെ 80% റിട്ടേൺസ് ആയിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു വോളറ്റൈൽ ജേണി ആയിരിക്കും ജനറലി സ്മോൾ ക്യാപ്പും മിഡ് ക്യാപ്പിലും ഉണ്ടാവുക. ലാർജ് ക്യാപ്പിനും ഏറെക്കുറെ ഇങ്ങനെ തന്നെ ആയിരിക്കും ഉണ്ടാവുക, പക്ഷേ ഇത്രത്തോളം ഒരു വോളറ്റിലിറ്റി കാണാൻ പറ്റില്ല. ഇത് വോളറ്റിലിറ്റിയുടെ കാര്യം പറഞ്ഞു, ഈ സഹിക്കേണ്ട കാര്യം. ഇനി ടൈമിംഗ് റിസ്ക് എന്താണ്? ടൈമിംഗ് റിസ്ക് എന്ന് വെച്ചാൽ നിങ്ങൾ എന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യം കുറച്ച് മാറ്റർ ചെയ്യും. ഫോർ എക്സാമ്പിൾ ഞാൻ ഇതിൻ്റെ ഗ്രാഫ് കാണിച്ചു തരാം. അപ്പോൾ കഴിഞ്ഞ 5 വർഷത്തിൻ്റെ ഗ്രാഫാണ് നിങ്ങൾ ഈ കാണുന്നത്. ഈ ഗ്രാഫ് നിങ്ങൾ വെറുതെ നോക്കി. ഇതേ ഫണ്ടിൻ്റെ കാര്യമായിട്ടോ പറയുന്നത്, ഈ സ്മോൾ ക്യാപ് ഫണ്ടിൻ്റെ കാര്യം പറയുന്നത്. ഇത് എപ്പോഴും ഇങ്ങനെ സ്മൂത്തായിട്ട് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയല്ല ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ നിങ്ങളിതാ ഈ ഒരു പോയിന്റിൽ ഇപ്പോൾ 25 ഫെബ്രുവരിയിലാണ് ഇൻവെസ്റ്റ് ചെയ്തതെങ്കിൽ നിങ്ങൾ കുറേ നാളത്തേക്ക് നെഗറ്റീവ് റിട്ടേൺ ആയിരിക്കും ഉണ്ടാക്കിയിട്ടുണ്ടാവുക. നിങ്ങളുടെ പോർട്ട്ഫോളിയോ ചിലപ്പോൾ -32% പോയിട്ടുണ്ടാവും. ഒബ്വിയസ്ലി പിന്നീട് അത് മുകളിലേക്ക് പോയിട്ടുണ്ട്. പക്ഷേ ആ സമയത്താണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ കുറേ നാൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് കാര്യമായി പൈസ ഒന്നും ഉണ്ടാക്കുന്നുണ്ടാവില്ല. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ എന്തുണ്ടാവും, നിങ്ങൾ ആ ഫണ്ടിൽ നിന്ന് എക്സിറ്റ് ചെയ്തിട്ടുണ്ടാവും, നിങ്ങൾ പൈസ മൊത്തം വലിച്ചിട്ടുണ്ടാവും. അതിനുശേഷമായിരിക്കും ചിലപ്പം ആ ഫണ്ട് നല്ല റിട്ടേൺ ഒന്നും ഉണ്ടാവുക. ഇനി നിങ്ങൾ ഫോർ എക്സാമ്പിൾ 2022 ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ വീണ്ടും കുറേ നാൾ നിങ്ങളുടെ പൈസ നിങ്ങൾ ഗ്രോ ചെയ്യുന്ന കാണുന്നുണ്ടാവില്ല, നെഗറ്റീവിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവുള്ളൂ. അപ്പോൾ വീണ്ടും മിക്ക ആൾക്കാരും എന്ത് ചെയ്യുന്നുണ്ടാവും, അവർ എക്സിറ്റ് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ഫണ്ട് പിന്നെ മുകളിലേക്ക് പോയി.
പിന്നെ അതേസമയം നമ്മുടെ കഴിഞ്ഞ 2024 പീക്കിലൊക്കെയാണ് നമ്മുടെ നിഫ്റ്റിയൊക്കെ പീക്ക് അടിച്ച സമയം ഉണ്ടായിരുന്നു. ആ സമയത്താണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളിപ്പോൾ നെഗറ്റീവിലായിരിക്കും കിടപ്പുണ്ടാവുക. ഫോർ എക്സാമ്പിൾ ഈ ഫണ്ടിന് ഞാൻ പ്രാക്ടിക്കലി കാണിച്ചു തരാം. നിങ്ങൾ കഴിഞ്ഞ 6 മാസം മുമ്പാണ് ഇൻവെസ്റ്റ് ചെയ്തെങ്കിൽ നിങ്ങൾ -20% ഇപ്പോൾ ഉണ്ടാവുക. അപ്പോൾ അതാണ് ടൈമിംഗ് റിസ്ക്. ഇതിൻ്റെ ഫണ്ടിൻ്റെ ഏറ്റവും മാക്സിമത്തിലാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ വോളറ്റിലിറ്റി കൂടുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഈ മാക്സിമം പോയിന്റ്സ് ഇങ്ങനെ വീണ്ടും വന്നുകൊണ്ടിരിക്കും. അപ്പോൾ മാക്സിമത്തിലൊക്കെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷേ ഈ ഷോർട്ട് ടേമിലൊക്കെ 6 മാസത്തിലും 3 മാസത്തിലൊക്കെ ഈ പറഞ്ഞ പോലെ -20% ഒക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ സ്മോൾ ക്യാപ്പ് ഹൈ വോളറ്റിലിറ്റി ഉള്ള ഹൈ റിസ്ക് ഉള്ള സ്മോൾ ക്യാപ്പിലൊക്കെ നിങ്ങൾക്ക് അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തേക്കാം. ഇതിനാണ് ടൈം റിസ്ക് എന്ന് വിളിക്കുക. എന്നാൽ ഈ ലാർജ് ക്യാപ്പിലൊക്കെയാണ് അത്ര പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ ഞാനൊരു HDFC ലാർജ് ക്യാപ്പ് ഫണ്ട് എടുത്തിട്ടുണ്ട്. മിക്ക ലാർജ് ക്യാപ്പ് ഇതുപോലെ തന്നെ ആയിരിക്കും ഉണ്ടാവുക. കഴിഞ്ഞ 6 മന്ത്സിൽ നെഗറ്റീവ് റിട്ടേൺസ് ആണ്, പക്ഷേ 20 ഒന്നല്ല, -10%, 11% ആ രീതിയിലൊക്കെ ഉണ്ടാകും. അപ്പോൾ ഇതാണ് റിസ്കിൻ്റെ ഒരു കാര്യം. ഇനി ഈ റിസ്ക് ആക്ച്വലി നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റും. റിസ്ക് മാക്സിമം കുറയ്ക്കുന്ന രീതിയിലൊക്കെ നമുക്ക് മ്യൂച്വൽ ഫണ്ട്സ് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ടെക്നീക്സ് ഉണ്ട്. അത് നമ്മൾ ഓരോ എപ്പിസോഡിലേക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഇതുവരെ നമ്മൾ ലാർജ് മിഡും സ്മോൾ ക്യാപ്സും എന്താണെന്നും അവരുടെ എത്രത്തോളം റിട്ടേൺസ് ഓരോ കാറ്റഗറി ഉണ്ടാക്കുന്നു അതിൻ്റെയൊക്കെ റിസ്ക്കുകൾ എന്താണെന്നുള്ള ബേസിക് ആയിട്ട് മനസ്സിലായി വിചാരിക്കുന്നു. ഇനി മനസ്സിലാക്കേണ്ട കാര്യം, ലാർജും മിഡും സ്മോൾ ക്യാപ്പ് ഈ മ്യൂച്വൽ ഫണ്ട്സ് മാത്രമല്ല നമ്മുടെ മാർക്കറ്റിലുള്ളത്, പല വേറെ ടൈപ്പ് മ്യൂച്വൽ ഫണ്ട്സും ഉണ്ട്. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ടേബിളിൽ കാണുന്ന പോലെ ഫ്ലെക്സി ക്യാപ്പ്, മൾട്ടി ക്യാപ്പ്, സെക്ടറൽ, അതായത് ബാങ്കിങ്, ഫാർമ, അങ്ങനെ ടെക്കിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ട്സും ഉണ്ട്. തിമാറ്റിക്, അതായത് പുതിയ തീംസിൽ എനർജി തീം അല്ലെങ്കിൽ PSU തീം അതിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ട്സും ഉണ്ട്. ഇൻ്റർനാഷണൽ, ഇപ്പോൾ US-ലും ചൈനയിലും ഇൻവെസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ട്സ് ഉണ്ട്. ELSS, ടാക്സ് സേവിങ്ങിന് വേണ്ടിയിട്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ട്സും ഉണ്ട്. അപ്പോൾ ഇങ്ങനെ പല കാറ്റഗറി ഓഫ് മ്യൂച്വൽ ഫണ്ട്സും ഉണ്ട്. പക്ഷേ അടിസ്ഥാനപരമായി നിങ്ങളൊരു ബിഗിനർ ഇൻവെസ്റ്റർ ആണെങ്കിൽ നിങ്ങൾ ഇതൊക്കെ അവോയ്ഡ് ചെയ്യുക. എന്നിട്ട് ബേസിക് ആയിട്ട് എന്ത് ചെയ്യുക, ലാർജ് ക്യാപ്പ്, മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ് എന്നുള്ള രീതിയിൽ ചിന്തിക്കാം. ഒബ്വിയസ്ലി നമ്മൾ ഈ ഒരു ടൈപ്സ് ഓഫ് മ്യൂച്വൽ ഫണ്ട്സും ഇനി വരുന്ന എപ്പിസോഡ്സിൽ കവർ ചെയ്യുന്നതായിരിക്കും. ഇതും കൂടാതെ ഡെറ്റ് ഫണ്ട്, അതായത് ബോൺഡ്സിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ട്സ് ഉണ്ട്, ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ട്സ് ഉണ്ട്. അങ്ങനെ വേറെ കുറേ ടൈപ്പ് മ്യൂച്വൽ ഫണ്ട്സ് ഉണ്ട്. ഓരോരോ എപ്പിസോഡിൽ നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. പക്ഷേ ഒരു ബേസിക് ഇൻവെസ്റ്റർ അറിയേണ്ട കാര്യം എന്താണ്, ഈ ലാർജ് ക്യാപ്പ്, മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ്, അത് നമ്മൾ ഈ വീഡിയോയിൽ കവർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അറിയേണ്ടത്, ഗിവൺ ഈ ഇൻഫർമേഷൻ, റിട്ടേൺസും റിസ്ക്കും ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞല്ലോ, ഡേറ്റ മാത്രം അറിഞ്ഞല്ലോ. പക്ഷേ ഈ ഡേറ്റ മാത്രം വെച്ചിട്ട് നമുക്കൊരു തീരുമാനം എടുക്കാൻ പറ്റില്ല. അതായത് ഒരു പ്രാക്ടിക്കൽ ഇൻവെസ്റ്റർ എന്ന നിലയ്ക്ക് നിങ്ങളുടെ പൈസ ഫുൾ കൊണ്ടുപോയി ലാർജ് ക്യാപ്പിൽ ഇടണോ, അല്ലെങ്കിൽ ഫുൾ കൊണ്ടുപോയി സ്മോൾ ക്യാപ്പിൽ ഇടണോ, അല്ലെങ്കിൽ ഇത് ഡിവൈഡ് ആണോ ചെയ്യേണ്ടത്, ഈ കാര്യങ്ങൾ നമ്മൾ അടുത്ത എപ്പിസോഡിൽ നോക്കുന്നതായിരിക്കും. അതായത് നിങ്ങളുടെ പൈസ, നിങ്ങളുടെ സാലറി നിങ്ങൾ എങ്ങനെയാണ് ഈ മ്യൂച്വൽ ഫണ്ട്സിൽ ഇടേണ്ടത് എന്നുള്ള കാര്യമായിരിക്കും നമ്മൾ അടുത്ത എപ്പിസോഡിൽ നോക്കാൻ പോകുന്നത്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഈ വീഡിയോനെ പറ്റിയുള്ള അഭിപ്രായം ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പിന്നെ മാക്സിമം ആൾക്കാർക്ക് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.